ലഹരി വ്യാപനത്തിനെതിരെ ജാഗ്രത വേണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കുട്ടികളെയും യുവജനങ്ങളെയും പ്രത്യേകമായി നിരീക്ഷിക്കണം. അശ്രദ്ധയുണ്ടായാൽ എവിടെ വേണമെങ്കിലും ലഹരി കടന്നുവരാമെന്നും മലപ്പുറം ചെമ്മാട് നടന്ന റംസാൻ പ്രഭാഷണ പരമ്പരയിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ആ ഒരു പിടിയിൽ അകപ്പെട്ടുകൊണ്ട് സമൂഹം തന്നെ ഏറെ പ്രയാസപ്പെടുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിനെതിരെ ശക്തമായി കരുതിയിരുന്നു കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെയാണ് ഇതൊക്കെ ബാധിക്കുന്നതെന്ന് വരുമ്പോൾ അപ്പോൾ അതിനെതിരെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ശ്രദ്ധ നമ്മൾ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സുരക്ഷിതരല്ല. എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു അശ്രദ്ധ ഉണ്ടായിട്ട് അവിടെ അതൊക്കെ വന്നു ചേരാം. അത് നാളെ നമ്മളിലും എത്തും, നമ്മുടെ വീടുകളിലും അത് എത്തിച്ചേർന്നേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഈ ലഹരി വ്യാപനം അത് കൂടി വരുന്ന സാഹചര്യം, അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കൂടി വരുന്ന സാഹചര്യം, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും അതിന് അടിമപ്പെടുന്ന സാഹചര്യം, ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ ദിവസവും കാണുന്നതാണ്. അതിനിടയിൽ ബോധവൽക്കരണ പരിപാടികൾ അതീവ ജാഗ്രതയോടുകൂടി വേണം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പാണക്കാട് തങ്ങൾ. വിശദാംശങ്ങൾ എന്താണ് അദ്ദേഹം പറയുന്നത്? സമീർ, റിജിത്ത്, ലഹരിക്കെതിരെ എല്ലാവരും ഉത്ബോധനം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്ലാം മതവിശ്വാസികളുടെ റമദാൻ പ്രഭാഷണ പരമ്പരയിലും ഈ ലഹരിക്കെതിരെയുള്ള ഒരു പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഒരു പോരാട്ടമായി അത് മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ തന്നെ മതപണ്ഡിതരൊക്കെ തന്നെ റമദാൻ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു റമദാൻ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടമാക്കി മാറ്റണമെന്ന്. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് ലഹരിക്കെതിരെ കൃത്യമായ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നത്. ചമ്മാട് നടന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ അദ്ദേഹം പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട നമ്മൾ വീട്ടിൽ നിന്നാണ് ആദ്യം തന്നെ അതിനെതിരെയുള്ള പോരാട്ടം തുടങ്ങേണ്ടത്. നമ്മുടെ വീട്ടിലെ കുട്ടികളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വേണം. നമ്മുടെ വീട്ടിലും എപ്പോഴും കള്ളൻ കയറും എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ എന്നുള്ള ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് തങ്ങൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ കുട്ടി ഇതിൻ്റെ ഒന്നും ഭാഗമാകില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കും. പക്ഷേ ഭാഗമായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ അറിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മുന്നറിയിപ്പും ജാഗ്രതയും ഇതുമായി ലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകണം. നമ്മുടെ സംവിധാനങ്ങൾ മാത്രം പ്രവർത്തിച്ചാൽ പോരാ, നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട തുടക്കം വേണ്ടത്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. യുവാക്കളെ കൃത്യമായി മാറി നിരീക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. റിജിത്ത്, ശരി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.